കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഡാബിലി ആയാലോ? സ്ട്രീറ്റ് സ്റ്റൈല് ഡാബിലി. നമ്മള് ഗുജറാത്തിലൊക്കെ വഴിയോരത്ത് കാണുന്ന ഫുഡ് ഇപ്പൊ നമ്മള് കേരളത്തിന് സുലഭം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് 1/2 കപ്പ് മല്ലി, 1 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം, 2 ഇഞ്ച് പട്ട, 1 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ, 7 ക്ലാവ്, 2 സ്റ്റാർ ഒനിയൻ, 1 ടേബിൾ സ്പൂണോളം ജീരകം, 1 ടേബിൾ സ്പൂണോളം വൈറ്റ് എള്ള്, 2 ബിരിയാണി ഇല, 5 കാശ്മീരി മുളക്. ഇത് നന്നായി വഴറ്റിയതിനു ശേഷം ഡെസേർട്ട് കോക്കനട്ട് 4 ടേബിൾ സ്പൂണോളം, കാശ്മീരി റെഡ് ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂണോളം, ബ്ലാക്ക് സാൾട്ട് 1 ടേബിൾ സ്പൂണോളം, സാദാ സാൾട്ട് 1 ടേബിൾ സ്പൂണോളം, ഡ്രൈ മാംഗോ പൗഡർ 1 ടേബിൾ സ്പൂണോളം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി എണ്ണയും ചേർക്കാം. മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. ഇനി റെഡ് ഗാർലിക് ചട്നി, അതിലോട്ട് വെളുത്തുള്ളി 1/4 കപ്പ്, കാശ്മീരി റെഡ് ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂണോളം, റോസ്റ്റഡ് പീനട്ട് 1/4 കപ്പ്, ഉപ്പ്, ലെമൺ ജ്യൂസ് നന്നായി അടിച്ചെടുത്തതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം പീനട്ട് ഓയിൽ. ഇനി പീനട്ട് മസാല റോസ്റ്റഡ് പീനട്ട് 1/2 കപ്പ്, ഡാബിലി മസാല മുന്നുണ്ടാക്കിയ മസാലയും കൂടി ചേർത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു സവാള, 1 പച്ചമുളക്, മല്ലിയില, ലെമൺ ജ്യൂസ് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഡാബിലി ആലു മസാല, പീനട്ട് ഓയിൽ 4 ടേബിൾ സ്പൂൺ, അതിലോട്ട് ഡാബിലി മസാല 3 ടേബിൾ സ്പൂണോളം, വേവിച്ച് വെച്ചിരിക്കുന്ന 5 ഉരുളക്കിഴങ്ങ്, 1/2 കപ്പ് വെള്ളം. 1/2 കപ്പില് കൂടുതലായാൽ ഒഴിച്ച് വന്നിട്ട് നന്നായി വറ്റിച്ചാൽ മതി. ഇനി ഇമ്ലി ചട്നി, ഇത് ഒന്നില്ലെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് 2 ടേബിൾ സ്പൂണോളം, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ വെക്കുക. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ പരത്തി വെക്കുക. അതിന്റെ മുകളിലോട്ട് ഡെസേർട്ട് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പീനട്ട് മസാല ഉണ്ടല്ലോ, ആ മസാല പീനട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, ഓണിയൻ, പച്ചമുളക് വെച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരുപോലെ മിക്സർ വാങ്ങാൻ കിട്ടും, ഓൺപൊടി എന്ന് പറയും, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മള് മാതളത്തിന്റെ കുറച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, കുറച്ച് മല്ലിയില എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ഫ്രൈ പാനിലോട്ട് ബട്ടർ ഒഴിച്ചിട്ട് നമ്മള് ബണ്ണ് 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സൈഡിൽ നമ്മള് റെഡ് ഗാർലിക് ചട്നിയും ഒരു സൈഡില് ഇമ്ലി ചട്നിയും ചേർത്തിട്ട് നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല അതിനുള്ളിലോട്ട് വെച്ച് ഇനി അടച്ചു വെച്ചിട്ട് സൈഡിലൊക്കെ ഇതുപോലെ മിക്സറിന്റെ ആ സേവ് ഉണ്ടല്ലോ അത് പട്ടി പിടിപ്പിക്കുന്ന രീതിയിലാക്കിയിട്ട് നമ്മള് ബട്ടറില് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. 4 വശവും അപ്പുറം ഇപ്പുറം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ ഡാബിലി റെഡി. വഴിയോര കച്ചവടക്കാർക്കുള്ള സ്പെഷ്യൽ, നമുക്ക് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ട്രൈ ചെയ്താൽ മാത്രം പോരാ, എന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ.